ചൈനയിൽ നിന്ന് തന്നെ വീണ്ടും വേഗം പടർന്നു പിടിക്കുന്ന വൈറസ് ബാധ ലോകത്തിനെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പുതിയ HMVP വൈറസ് ഇന്ത്യയിലും ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ജനം പെട്ടെന്ന് മനസ്സിൽ ഭയമുണർത്തുന്നത് പുതിയ രോഗബാധ ഒരിക്കൽ മഹാമാരിയായി മാറിയ കോവിഡ് പോലെ ലോകത്തിന് വിനാശം ഉണ്ടാകുമോ എന്നതാണ്. നാടും നഗരവും അടച്ചിട്ട് ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും പിന്നെ മാസ്ക് മാത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും വരുമോ എന്നതാണ് ലോകത്തിന്റെ ഭീതി. പുതിയ HMVP രോഗം കോവിഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രോഗഭീതിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരും. ആദ്യത്തെ കാര്യം HMVP ഒരു പുതിയ രോഗമല്ല, അതായത് കോവിഡ് പോലെ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്നതാണ്. അതുമല്ല, HMVP ലോകത്ത് പലയിടത്തും ഇതിനു മുമ്പും കാലാകാലങ്ങളിൽ പ്രത്യേകിച്ചും തണുപ്പ് കാലത്തും ആളുകളിൽ കണ്ടുവരാറുണ്ട്. പുതിയ രോഗലക്ഷണങ്ങൾ ഈ രോഗം കോവിഡിന് സമാനമായതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ലക്ഷണത്തിലും രോഗം പടരുന്ന തീവ്രതയിലും. ഈ രണ്ട് രോഗങ്ങളും ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ലക്ഷണങ്ങൾ കോവിഡ് പോലെ കടുത്ത പനിയും ചുമയും മൂക്കൊലിപ്പും ഒക്കെ തന്നെയാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ HMVP ഒരാഴ്ച കൊണ്ട് ശമനമുണ്ടാകും. പക്ഷേ കോവിഡ് ഒരു പുതിയ വൈറസ് ആയതുകൊണ്ട് പകർച്ചഭേദയിൽ തന്നെ പുതിയ വകഭേദങ്ങൾ വന്നതുകൊണ്ടും ലോകത്ത് ആകമാനം വ്യാപിച്ചത്. അന്ന് നിലവിൽ കോവിഡ് വൈറസിനെ നേരിടാനുള്ള മരുന്ന് ആദ്യം കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ടും വളരെ വിനാശകരമായി വന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലും ആദ്യമായി HMVP രോഗം കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുറച്ച് ആശങ്ക ഉണർത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ ഗിണ്ടിയിലും തേനാമ്പെട്ടിലും 2 കുട്ടികളെ രോഗബാധ കണ്ടെത്തിയിരുന്നു. സാധാരണ പനി ബാധിച്ചവരിൽ രക്തപരിശോധന നടത്തുമ്പോൾ HMVP ആണെന്ന് കണ്ടെത്തിയത്. ഇത്തരത്തിൽ പുതിയ രോഗനിർണയം കാണുന്നവരെ അതീവ ശ്രദ്ധയോടെ ആരോഗ്യ പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നുണ്ട്. HMVP കോവിഡിനെ പോലെ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഈ രോഗം ശ്വാസം വിടുമ്പോൾ പുറത്തു വരുന്ന രോഗാണുക്കളുടെ അംശമുള്ള പുറന്തള്ളൽ വഴിയാണ് രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത്. അതായത് രോഗിയുമായി അടുത്ത സമ്പർക്കം 2 രോഗങ്ങൾക്കും കാരണമാകുന്നു. രോഗാണുക്കൾ നിറഞ്ഞ ശരീരദ്രവ്യങ്ങൾ കൈകൊണ്ടോ മറ്റു ശരീരഭാഗങ്ങൾ കൊണ്ടോ സമ്പർക്കം വരികയും അത് പിന്നീട് മൂക്കിലേക്ക് തൊടുമ്പോൾ രോഗാണുക്കൾ പകരുന്നത് പുതുതായി രോഗം അടുത്ത ആളിലേക്ക് പകരാനും കാരണമാകുന്നു. കോവിഡ് രോഗം ശക്തമായി ബാധിക്കുമ്പോൾ അത് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെയും പൊതു ആരോഗ്യത്തെയും ക്ഷയിപ്പിച്ചിരുന്നു. ശ്വസനം, രുചി, പേശികളുടെ ബലം എന്നിവ കോവിഡ് വഴി താഴുകയും രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം രക്തം കട്ടപിടിക്കുകയും ചെയ്തതായി കണ്ടു. ഡയബറ്റിക്, ഹൃദ്രോഗം എന്നിവ ഉള്ളവരിലാണ് കോവിഡ് മരണത്തിന് കൂടുതൽ കാരണമായത്. HMVP കുട്ടികളിലും സ്ത്രീകളിലുമാണ് ഇപ്പോൾ ആദ്യമായി ഇവിടെ കണ്ടത്. ഈ അസുഖത്തിന് വാക്സിൻ ഉൾപ്പെടെ ലഭ്യമായതുകൊണ്ട് പെട്ടെന്ന് ചികിത്സാ നടപടികൾ എടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്നും വൻതോതിൽ രോഗം ബാധിക്കുന്നതായുള്ള വാർത്തകൾ ചൈനീസ് സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോവിഡ് പോലെ ലോകത്തെ നശിപ്പിക്കുവാനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നാണ് പൊതുവെ കണക്കുകൂട്ടൽ. എന്നാലും പുതിയ രോഗത്തിനെ രാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. വീണ്ടും ഒരു മഹാമാരിയുടെ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്.